हर घड़ी बदल रही है रूप जिंदगी छाँव है कभी कभी है धूप जिंदगी. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെസ്നാപ്സ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഡെൻമാർക്കിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അതാണ് മുമ്പിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് നേഴ്സിംഗ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളും അതാണ് നമുക്ക് കൂടുതലും നാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ പല പല കൺട്രീസിലോട്ട് സ്കിൽഡ് ആയിട്ടുള്ളതും അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഡെൻമാർക്കിലോട്ട് എങ്ങനെ വരാൻ പറ്റും, അൺസ്കിൽഡ് ആയിട്ടുള്ള എന്തൊക്കെ ജോബുണ്ട്, അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ജോബിന് എന്തൊക്കെ ടൈപ്പ് ജോബിന് വിസ ഇവിടുന്ന് കൊടുക്കും എന്നുള്ള രീതിയിൽ ജനറൽ ആയിട്ടൊന്ന് അതിനെപ്പറ്റി പറയാമോ? അൺസ്കിൽഡ് ജോബിന് ഒരിക്കലും വിസ കിട്ടില്ല. ജസ്റ്റ് വിസ കിട്ടാൻ സാധ്യതയുള്ള ജോബുകളാണ് ഞാൻ പറഞ്ഞ ഒന്ന്. IT ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ വിസ കിട്ടും. നാട്ടിലത്തെ കമ്പനിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക്ഡിൻ വഴി ഇവിടുത്തെ കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ അത് ചെയ്യുന്ന ഏജൻസികളും ഉണ്ട്. ഫാം ജോബ് ഡിഫറെന്റ്. അത് ജോബ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം എന്ന് പറയുന്ന കാര്യത്തിൽ അത് വെറ്റിനറി ഡോക്ടേഴ്സ് ആണ്. അവർ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇന്റേൺഷിപ്പ് ആണ്. അവർ സംവെയർ എൽസ് ഒരു കോഴ്സ് ചെയ്തിട്ട് ഇന്റേൺഷിപ്പിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ചെയ്യാതെയും സർട്ടിഫിക്കേഷൻ ഏജൻസികൾ അത് 8 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഓർക്കണം. 8 ലക്ഷം രൂപ കൊടുത്ത് വരുന്ന ആൾക്ക് ഇവിടെ കിട്ടുന്ന 14 hours പെർ ഡേ വർക്ക് ചെയ്താൽ കിട്ടുന്നത് മന്ത്ലി 10,000 12,000 ആണ്. ഇനീഷ്യലി ഒരു 3-4 years മലയാളികളായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ യൂഷ്വലി വിളിക്കാറുണ്ട്. ഈ ഇന്റേണലുള്ള വില്ലേജുകളിലുള്ള സ്ഥലങ്ങൾ 6 months എന്തോ കഴിഞ്ഞ് നമ്മൾ ഒരു നല്ലൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചാൽ അതിൽ 6 months ഒന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 1 year എടുക്കും, 2 years എടുത്തുന്നിരിക്കും. പക്ഷെ ഒരു 4 years ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണെന്നുള്ളത് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് എന്ന് പറഞ്ഞുകൂടാ, റിയൽ ആയിട്ട് യൂണിവേഴ്സൽ ഉണ്ട്. ഇതിപ്പോൾ മെയിൻ ആയിട്ട് ഉക്രൈനിൽ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കോളേജിലെ പല പ്രൊഫസേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോളേജിലെ പല പ്രൊഫസേഴ്സും റിയൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് അതിനുള്ള ഏജൻസികളുണ്ട്. 8 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. പിള്ളേരിവിടെ വരുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. നല്ല ശതമാനം ആൾക്കാരും കിടന്ന് ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ കാര്യം ചിന്തിക്കണം. ജസ്റ്റിൻ, നാട്ടിൽ നമ്മുടെ വീട്ടിലുള്ള പണികൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ നമ്മളിവിടെ വന്നതിന് ശേഷം പെട്ടുപോയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപക്ഷെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരും അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യമുള്ളവരും ആയിരിക്കും പലരും. പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനത്തെ പല സാഹചര്യങ്ങളും പലർക്കും ഉണ്ട്. അങ്ങനെ ഈ 5-8 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത് വരുമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ആരും റെഡി ക്യാഷ് ഇരിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതിന്റെ ഇടപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് സെറ്റിലായി കാര്യങ്ങളായി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അങ്ങനെ വരുന്നവരുണ്ട്. അതൊരു ഓപ്ഷനാണ്. അത് പക്ഷേ ഒരിക്കലും ഒരു ജോലി ഓഫർ അല്ല. അതൊരു ഇന്റേൺഷിപ്പ് പോലെ ഇവിടെ വന്ന് ഒരു 6 months എടുത്ത് വർക്ക് ചെയ്ത് മാറി വേറെ കയറാൻ പറ്റുവാണെങ്കിൽ കയറി, അല്ലെങ്കിൽ ഒരു 1 year 2 years ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 2 years ഒക്കെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 2 lakhs അല്ലെങ്കിൽ 2.5 lakhs ഒക്കെ ആഫ്റ്റർ ടാക്സ് സാലറി മേടിക്കാം. 2.5 lakhs എന്ന് പറയാം, 2.5 lakhs എന്ന് വേണേൽ പറയാം. 2.5 lakhs ഒക്കെ ആഫ്റ്റർ ടാക്സ് സാലറി മേടിക്കുന്നവരുണ്ട്. അതുപോലെയുള്ള ഒരു സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ടോ ആ ഒരു ടൈപ്പ് വർക്കിനെ പറ്റിയൊക്കെ കുറെ എൻക്വയറീസും കാര്യങ്ങളും. കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് ഒരിക്കലും നമുക്ക് വിസ കിട്ടില്ല. കാരണം അതൊക്കെ വേറെ അത് ശരിക്കും കമ്പനിയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ വരേണ്ടി വരും. ഏജൻസിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ശരിക്കും വൈറ്റ് കോളർ ജോബുകളാണ്. അത് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്നാന്നറിയോ, അതൊരു ടെമ്പററി പീരീഡ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് അറിയാലോ, നമ്മുടെ കുറച്ച് ഉണ്ടല്ലോ ബോർഡിംഗ് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളായിട്ടുള്ള അവരുടെ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ടൈം പീരീഡില്ല. അപ്പോൾ അവർ ദുബായിലുള്ള ഒരു കമ്പനിയിൽ ഒരു ഡെപ്യൂട്ടേഷൻ പോലെ ഒരു 5 months 6 months 1 year മേ ബി 2 years അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ട് ഇവിടെ. ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്ക്, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതായിരിക്കും, സംതിങ് എൽസ് ആയിരിക്കും. അത് തീരുന്നിടം വരെയുള്ള ജോലി. അത് ആ കമ്പനി മുഖേന വരുന്നതാണ്. അല്ലാതെ അതിനകത്ത് വേറെ വിസ കൊടുത്ത് വരുന്നതല്ല. ആ കമ്പനി അവിടുന്ന് അവരെ ഇവിടെ കൊണ്ടുവരുന്നു, അവർ വിസ ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവിടെ ജോലി തീരുമ്പോൾ ഇവർ തിരിച്ചു പോകും. അത് അങ്ങനെയുള്ള കേസ്. അല്ലാണ്ട് നമുക്ക് നാട്ടിൽ ഇരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. മെയിൻ ആയിട്ടും ഇങ്ങനെ ചോദിക്കുന്നവരുടെ മെയിൻ എന്ന് വെച്ചാൽ നാട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഡെൻമാർക്കിലോട്ട് എത്തിപ്പെടാം എന്നുള്ള പോലെ. IT ജോബോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ഉള്ളവർക്ക് നമുക്ക് ജോലി സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്പനി വഴിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ വരാൻ സാധ്യത, നല്ല സാധ്യതയുണ്ട്. കമ്പാരിറ്റീവ്ലി മോസ്റ്റ്ലി ചാൻസ് ഉള്ളത് അങ്ങനത്തെ ജോബുകൾ. നമ്മൾ കുറെ കാര്യങ്ങളെ പറ്റി
പറ്റി പറഞ്ഞു. പിന്നെ മെയിനായിട്ട് എൻക്വയറി വരുന്ന കാര്യങ്ങൾ, അതായത് അൺസ്കിൽഡ് ജോബ്. അതായത് ഇതിപ്പോൾ നമ്മൾ നഴ്സിംഗ് അല്ലെങ്കിൽ സ്കിൽഡ് ജോബ് എന്നുള്ള പോലെ വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് അൺസ്കിൽഡ് ജോബിൽ മെയിനായിട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നത് പാക്കിംഗ് ജോബ്, വെയർ ഹൗസ് ജോബ്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഡെൻമാർക്കിൽ വന്നിട്ട് കിട്ടുമോ എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസും കൊറീസും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അതും ഞാൻ പറയാം. അല്ല, കാരണം ഓൾറെഡി ഇവിടെ വന്നിട്ട് അൺസ്കിൽഡ് ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ അൺസ്കിൽഡ് വേണ്ടിയിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുമ്പം വിസ കൊടുത്തിട്ട് ഒരു കമ്പനി അൺസ്കിൽഡ് ജോബ് ഇങ്ങോട്ട് കൊണ്ടുവരും? ചാൻസ് ഇല്ല. അതിനും റീസൺ പറയാം. ഒരു കമ്പനി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഞാനൊരാൾക്ക് ഒരു അൺസ്കിൽഡ് ജോബിന് വിസ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാം, എനിക്കതിൻ്റെ പിന്നെ എന്താ പറയുക, അതിനുള്ള റൈറ്റ് ഉണ്ട്. എനിക്കൊരു എംപ്ലോയിനെ വേണമെങ്കിൽ എനിക്കൊരാളെ എടുക്കാം. പക്ഷേ ഞാൻ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം, 34,200 ഡേനിഷ് ക്രോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇൻറ്റു 12, ഇപ്പോഴത്തെ ലെവലിൽ 13, അത്രയും പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-4.5 ലക്ഷം രൂപ സാലറി കൊടുത്തിട്ട് വേണം ഞാനൊരു അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ. മറിച്ച് ഇവിടെ തന്നെയുള്ള ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസയുള്ളത്, ഇവിടെ വർക്ക് പെർമിറ്റ് ഉള്ള, ഇപ്പം മറ്റ് ഈസ്റ്റേൺ യൂറോപ്പിനോ വെസ്റ്റേൺ യൂറോപ്പിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എടുത്താൽ എനിക്ക് മാക്സിമം കൊടുക്കേണ്ടത് ഒരു 20,000 അല്ലെങ്കിൽ 18,000 ഡേനിഷ് ക്രോണ്ട് കൊടുത്താൽ മതി സാലറി. ജസ്റ്റിന് തോന്നുന്നുണ്ടോ ഒരു 16 or 17,000 ഡേനിഷ് ക്രോണ്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ട് ഒരു അൺസ്കിൽഡ് ജോബിന് വേണ്ടി ഞാനൊരു വിസ കൊടുത്ത് നാട്ടിൽ നിന്ന് ഒരാളെ ഇവിടെ കൊണ്ടുവരും, അല്ലെ നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കൂ? ഇല്ല, അങ്ങനെ ഒരിക്കലും ശ്രമിക്കില്ല. പക്ഷേ ഒരുപാട് ഏജൻസികൾ അങ്ങനെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ സാലറി ഒക്കെ യൂറോയിൽ പറയുന്നത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്നതായിട്ടോ ഇല്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഞാൻ കേട്ടെടുത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം, ജെന്യൂനായ കാര്യങ്ങൾ പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ഏജന്റ് മുഖേന, കമ്പനി മുഖേന സോഫ്റ്റ്വെയർ അതെ, ഐ ടി ഫീൽഡ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി മലയാളികളും വന്നിട്ടുണ്ട് ഡയറക്റ്റ് നാട്ടിൽ നിന്ന്. അതുകൂടാതെ ഇവിടെ വന്ന വേറൊരു കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞില്ലേ, മെക്കാനിക്കൽ എഞ്ചിനീയറും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കമ്പനികളിൽ ലൈക്ക് ഫോർഡിലോ അല്ലെങ്കിൽ ഹ്യുണ്ടായിലോ ഒക്കെ വർക്ക് ചെയ്ത് 2 പേര് പേഴ്സണലി എനിക്കറിയാം. ഫോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. 2 പേർക്കും ഡയറക്റ്റ് വിസ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് അവിടെ കമ്പനി ഓഫറിൽ ഇവിടെ വന്നതാണ്. അങ്ങനെയുള്ള കേസുകൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് വളരെ റെയറാണ്. എന്തിനധികം പോകുന്ന ഒരു സ്പ്രേ പെയിൻറ് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഭയങ്കര റെയറസ്റ്റ് കേസാണ്. കാരണം പുള്ളിക്കാരൻ ഇവിടെ യൂറോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അയാൾക്കും ഇവർ കൊടുക്കുന്ന സാലറി 34,200 ആണ്. അതാണ് മിനിമം ബേസിക് സാലറി അവർ കൊടുക്കേണ്ടത്. കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാതെയുള്ള അൺസ്കിൽഡ് ജോബിലോട്ട് ഒരിക്കലും ഇവിടെ ആളുകൾ എടുക്കില്ല. ഇതുപോലെ അതും ഇവരുടെ ഇന്റർവ്യൂ സ്കിൽഡ് ജോബ് എന്ന് പറയാൻ പറ്റില്ല, സ്കിൽഡ് ജോബ് തന്നെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വീഡിയോ കോളിൽ ഇവരുടെ വർക്ക് കണ്ടിട്ടാണ് ഇവരെ എടുക്കുന്നത്. മനസ്സിലായോ? വീഡിയോ കോൾ ചെയ്യുന്നു, അപ്പോൾ ഇന്ന വർക്ക് ചെയ്യാൻ പറയുന്നു, ആ വർക്ക് അവരെങ്ങനെ ചെയ്യുന്നു, എങ്ങനെ കാണിക്കുന്നു എന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഫോണിൽ വന്ന മലയാളി എന്ന് പറയുന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ പുള്ളി ബെൻസിലോ മറ്റോ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. അത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ കാർ ഫാക്ടറിയിൽ എക്സ്പീരിയൻസ് നല്ല പോലെ ഒരു 8 വർഷത്തോളം പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് പുള്ളിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള കേസുകൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ ഒരു പാക്ക് ചെയ്യാനോ ഒരു വെയർ ഹൗസിലോ അല്ലെങ്കിൽ ക്ലീനിങ്ങോ ഫുഡ് ഡെലിവറി ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ജോബിന് നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട. ഇതൊക്കെ വിത്തിൻ അവേഴ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ലേ. അത് ഓൾറെഡി യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരും ഒരുപാട് ഇവിടെ ഉള്ളപ്പോഴും ഇവിടുത്തെ ആൾക്കാർ ഉള്ളപ്പം അങ്ങനെ നാട്ടിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധ്യതകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയില്ല. ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത ഇല്ല. മറിച്ച് ഇപ്പോൾ ഒരു വിസയിൽ ഇവിടെ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം അവർക്ക് വേറെ വിസയുടെ ആവശ്യമില്ല, വർക്ക് പെർമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേഴ്സിംഗിന്റെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ അൺസ്കിൽഡ് ജോബ്സ് ഒക്കെ ജോബ് നമുക്ക് ട്രൈ ചെയ്യാം. അതിന് ചെറിയൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഫെസിലിറ്റി അവർലി സാലറിയാണ്. ഒരിക്കലും അതുപോലെ വേറൊരു കാര്യം പറയാം. അൺസ്കിൽഡ് ജോബിന് ഒരിക്കലും ഫുൾ ടൈം ജോബ് കൊടുക്കില്ല. ഫുൾ ടൈം മീൻസ് ഫുൾ ടൈം പെർമനന്റ് കൊടുക്കില്ല. ഫുൾ ടൈം, പാർട്ട് ടൈം, ഫുൾ ടൈം പെർമനന്റ് ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഫുൾ ടൈം പെർമനന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയിനെ ഫുൾ ടൈം പെർമനന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഫയർ ചെയ്യാൻ വേണ്ടി കുറേ എന്താ പറയുക, കുറേ ലീഗൽ സൈഡ് വേറെ ഉണ്ട്. അതുകൊണ്ട് ഒരു കമ്പനിയും ഫുൾ ടൈം ആയിട്ട് ഒരാളെ എടുക്കില്ല. ഫുൾ ടൈം പെർമനന്റ് ആയിട്ട് എടുക്കില്ല. ഫുൾ ടൈം എടുക്കും, പക്ഷെ ടെമ്പററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തോന്നുവാണ് ജസ്റ്റിനെ വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് നാളെ ജസ്റ്റിനെ പറഞ്ഞു വിടാം. അപ്പം നമ്മൾ ടെമ്പററി ജോബുകൾ മനസ്സിലായി. അതെനിക്ക് തരാം. ജസ്റ്റിന് വേണമെങ്കിൽ വീക്കിലി 37 hours തരാം. വീക്കിലി 37.5 ആണ് മാക്സിമം കൊടുക്കേണ്ടത്. അത്ര അവേഴ്സ് എനിക്ക് തരാം. എനിക്ക് 5 hours തരാം. ജസ്റ്റിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. മറിച്ച്
ഇപ്പം ഞാനൊരു ഫുൾ ടൈം പെർമനൻറ്റ് ജോലിക്കാണ് ജസ്റ്റിനെ എടുക്കുന്നതെങ്കിൽ എനിക്ക് ജസ്റ്റിനെ പറഞ്ഞു വിടണമെങ്കിൽ ജസ്റ്റിനെ എൻ്റെ അടുത്ത് 1 വർഷം വർക്ക് ചെയ്തതിന് ഞാൻ 3 മാസം നോട്ടീസ് പീരീഡ് തന്നാൽ എനിക്ക് ജസ്റ്റിനെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. ഞാൻ ആ 3 മാസത്തെ പേയ്മെന്റ് ജസ്റ്റിന് തരണം. ഞാൻ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കുമോ? ഇങ്ങനെയുള്ള ജോബുകൾക്ക് അങ്ങനെ എടുക്കത്തില്ല. അപ്പം എല്ലാ അൺസ്കിൽഡ് ജോബുകളും അവർലി ബേസ്ഡ് ആണ്. അവർലി പെർമനന്റ് ആയിട്ട് എടുക്കില്ല. കിട്ടാനുള്ള അങ്ങനത്തെ ഓപ്ഷനും അതുകൊണ്ട് ഒരിക്കലും ഒരു വിസ കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ അൺസ്കിൽഡ് ജോബ്സ്. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്ന പല പല കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് നാട്ടിൽ നിന്ന് ഏതൊക്കെ ജോബിന് ഡെൻമാർക്കിലോട്ട് എത്തിപ്പെടാം എന്നുള്ള ഒരു അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ IT വർക്ക് ചെയ്യുന്നവർക്ക് തപ്പിപ്പിടിച്ച് വരാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതെ, IT സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡെൻമാർക്കിൽ IT ഭയങ്കര ബൂമിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും IT വളരെ സ്കോപ്പാണ്. ഇപ്പോൾ ഇതിനേക്കാളും വലിയതാണ് സ്വീഡൻ, അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതാണ് നോർവേ. പക്ഷേങ്കിൽ അവിടെയുള്ളതിനേക്കാളൊക്കെ ഡെൻമാർക്കിൽ അതിനുള്ളൊരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനി നമ്മൾ നോവോ നോർഡിസ്ക് ബാംഗ്ലൂരിലൊക്കെ 5000-6000 എംപ്ലോയീസ് ഉള്ള വലിയ ഇതുള്ളതാണ്. അതൊക്കെയാണ് ഇവിടെ നോവോ നോർഡിസ്ക് ആണ് ഇവിടുത്തെ എന്താ പറയുക എക്കണോമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു 70%. മാസ്ക് അതുപോലെ പല കമ്പനികളിൽ IT റിലേറ്റഡ്, നോട്ട് ഓൺലി ദാറ്റ്, പല കമ്പനികളുണ്ട് ഇഷ്ടംമാതിരി, അമേരിക്കൻ കമ്പനീസ്, ഇന്ത്യൻ കമ്പനീസ് ഒക്കെ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്ക് നല്ല സാധ്യതകളുണ്ട്. ആ രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തും വരാം. അങ്ങനെ വരുന്നവരും അതർ ദാൻ IT എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻസ്, നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വിസ കിട്ടാനുള്ള വേറെ ഓപ്ഷൻസ് ഒന്നിനുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി മുഖേന ഇങ്ങോട്ട് വരണം. അപ്പോൾ ഏജൻസി വഴി ഇപ്പോൾ പല പല നാട്ടിൽ നിന്ന് അറിയാലോ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് ഏതെങ്കിലും ഒരു ഏജൻസി വഴി കയറി പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും പലരും. അതെ, അതുപോലെ വേറൊരു കാര്യമുണ്ട്. വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി വന്നു, ഇപ്പോൾ പോർച്ചുഗലിലെ ആൾക്കാർ വരുന്നുണ്ട്, പോളണ്ടിലെ ആൾക്കാർ വരുന്നുണ്ട് ഈസി ആയിട്ട്. പക്ഷെ അവർ അവിടെ നിന്ന് വന്നതിന് ശേഷം ഡെൻമാർക്ക് വർക്ക് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. പോർച്ചുഗലിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ളിടത്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഡെൻമാർക്കിൽ വന്നിട്ട് ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം ഇവിടുത്തെ വർക്ക് പെർമിറ്റ് വേണം, എന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ യൂറോപ്യൻ പാസ്പോർട്ട് വേണം. ഉദാഹരണം പറഞ്ഞാൽ പോർച്ചുഗലിൽ വന്ന് പാസ്പോർട്ട് എടുത്ത് ഒരു മലയാളി ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് നമ്മളുടെ പേര് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ വന്ന് പുള്ളിക്ക് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം, കാരണം പുള്ളിക്ക് പോർച്ചുഗൽ പാസ്പോർട്ട് ഉണ്ട്, മലയാളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ജോലി റിലേറ്റഡ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഏജൻസി വഴി ഏതെങ്കിലും ജോബിനൊക്കെ ഇങ്ങോട്ട് കയറി വരാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പല ഏജൻസികളുടെ ബാക്കിൽ പെടാതിരിക്കുക, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതെ, ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒക്കെ വരുന്ന സമയത്ത് ഡെൻമാർക്ക് എനിക്ക് പോലും അറിയില്ല സത്യം. ഞങ്ങൾ ഡെൻമാർക്കിൽ നിന്ന് കേൾക്കുന്ന തന്നെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി. സോ ഡെൻമാർക്ക് ഇപ്പം വളരെ പോപ്പുലറായി. റീസെന്റ് ഇപ്പം ട്രംപിന്റെ ഇഷ്യൂ വന്ന് ഗ്രീൻലാൻഡിന്റെ ഒരു കാര്യം വന്നതുകൊണ്ട് കുറെ പോപ്പുലറായി. പിന്നെ 2-3 വർഷങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഫുട്ബോളിന്റെ ഇതിലും കുറച്ച് ആളുകൾ അറിയാൻ തുടങ്ങി. പിന്നെ ഇപ്പം മലയാളികളെ സംബന്ധിച്ചുള്ള മലയാളികളുടെ നേഴ്സിംഗ് ആണ് ഇപ്പം ഡെൻമാർക്ക് എന്ന് പറയുന്ന എല്ലാ പേപ്പറുകളിലും ഫേസ്ബുക്കുകളിലും ഈവൻ യൂട്യൂബേഴ്സ് വരെ ആണ് കാണുന്നത്. പക്ഷേ അപ്പം ഇത്രമാത്രം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏജൻസികൾക്കൊന്നും വേറെ ഒരു രാജ്യത്തോട്ടും ഈവൻ സ്റ്റുഡൻസിനെ പോലും വിടാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഡെൻമാർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ജെന്യൂൻ അല്ലാത്ത ന്യൂസുകൾ കൊടുത്ത്, ജെന്യൂൻ അല്ലാത്ത ഓഫറുകൾ കൊടുത്ത് ഇവിടെ വന്ന് ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു ഇതിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതിനാണ് അവർ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇതാണ് ബേസിക്കലി ഒരു ഫാക്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മുടെ ഇതൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പം നേഴ്സിംഗ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറൊരു രീതിയിലും വന്ന മലയാളീസിനൊന്നും നമ്മൾ അറിയത്തില്ല. അപ്പം അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ എന്തായാലും അവരെ മീറ്റ് ചെയ്യും, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് യൂഷ്വലി നമുക്കറിയാലോ, മലയാളികളായിട്ട് ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഒരു നാച്ചർ അനുസരിച്ച് ഒരു മലയാളിനെ നോക്കും, മല്ലു ഉണ്ടോ, അല്ലെ മലയാളീസിൻ ഡെൻമാർക്കുണ്ടോ, അല്ലെങ്കിൽ കൈരളി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് അവരെത്തും. ഇപ്പം തന്നെ ഫേസ്ബുക്കിൽ ജസ്റ്റിനോ അല്ലെങ്കിൽ എനിക്കോ ഇതുപോലെ മെസ്സേജുകളോ കോൺടാക്ട്സോ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നമ്മളെ തപ്പുന്നുണ്ട്. വേറൊരു മലയാളി ഉണ്ടോ, എന്താണ് ഇവിടുത്തെ സാഹചര്യം, അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി. പിന്നെ ഇതിൽ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് അന്വേഷിച്ച് വിവരങ്ങൾ അറിഞ്ഞിട്ട് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. അല്ലാത്തവര് പൈസ കൊടുത്തതിന് ശേഷം അന്വേഷിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ പൈസ കൊടുത്തതിന് ശേഷം അന്വേഷിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പം എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 300-400 പേര് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. 10-15 പേർക്കൊക്കെ നമുക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അതെല്ലാം എടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഇനിയും മുമ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് പല രീതിയിലും പല ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ നന്നായിട്ട് അന്വേഷിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ പറയുന്നു. അത്
തന്നെ ഇപ്പം ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് റീസെന്റ് കുറേ എൻക്വയറീസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പം നമ്മൾ കാണാത്ത ഫീൽഡിൽ വേറെ എൻക്വയറീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഇതുപോലെ സമയം കണ്ടിരുന്നിട്ട് എഡ്യൂക്കേഷൻ്റെ ഒക്കെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, വേറൊരു സമയം കിട്ടുന്ന പോലെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എഡ്യൂക്കേഷൻ എന്ന സൈഡിനെ കുറിച്ച്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.